ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ്. നമ്മൾ പകലൊക്കെ നല്ല റെസ്റ്റ് ചെയ്തു, വെയിലായതുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്താ രണ്ട് പിള്ളേർ നമ്മളിവിടെ ജോയിൻ ആയിട്ടുണ്ട്. ഇവരുടെ കൂടെ ഇന്ന് കൊച്ചിൻ മറൈൻ ഡ്രൈവിലേക്ക് വന്നു. ഇവിടെ ഗുണ കേവ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് കുറേ ബേർഡ്സും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ കാഴ്ച കൊച്ചുകുട്ടികൾക്കും അതുപോലെ തന്നെ കുറച്ച് രസകരമായ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഗുണ കേവ് വിസിറ്റ് ചെയ്യാം. ഇതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ടിക്കറ്റൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെ ഹിറ്റായ ഗുണ കേവ് കണ്ടിട്ടില്ലേ? അവിടെയുള്ള ആ മരത്തിൻ്റെ വേര്, ഇതൊക്കെയാണ് ഒരുപാട് ഈ സിനിമയിലൂടെ പബ്ലിസിറ്റി നേടിയത്. ഗുണ കേവിൻ്റെ ഒരു റീക്രിയേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് ചാർജ് 100 റുപ്പീസാണ്. 2 മണി മുതൽ 9 മണി വരെ ഇവരിതിവിടെ ഓപ്പൺ ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഐ ലവ് കൊച്ചി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ. അകത്ത് എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേർ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. അവർ വന്ന പാടെ നമുക്ക് ഗുണ കേവിൽ കയറി എന്തൊക്കെയാണ് അതിനകത്തെ കാര്യങ്ങൾ എന്നുള്ളത് കാണാം. ടിക്കറ്റ് എടുത്തു വന്നു കാണിച്ച് ഇതാട്ടോ ടിക്കറ്റ്. ഓണം ട്രേഡ് ഫെയർ ആണ്. അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല, ബേർഡ്സിനെ കാണാം, അക്വേറിയംസ് ഉണ്ട്, പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം, പിന്നെ പർച്ചേസിങ്ങുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ കയറുകയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് 1, 2, 3 കയറിയാലോ? നമ്മൾ വയനാട് പോയിട്ട് ഒറിജിനൽ ഗുണ കേവ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഈ ഗുണ കേവ് ഒന്ന് കണ്ടുവെക്കാം. നമ്മളങ്ങനെ ഗുഹയ്ക്ക് അകത്ത് കയറി. ഇതാട്ടോ അതിൻ്റെ എൻട്രൻസ്. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, പേടിപ്പരുത്തുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഒരു മങ്ങിയ വെട്ടമായതുകൊണ്ട് അതിനകത്തോടെ ഇങ്ങനെ ആ ഒരു എൻ്റെ അമ്മോ, ശരിക്കും പേടിയാവും കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പേടിപ്പെടുന്ന രീതിയിലാണ് സെറ്റപ്പ് ചെയ്യുന്നത്. സംഭവം പൊളിയാട്ടോ, രസമുണ്ട്. കയറി വരുമ്പോഴേ അതേ സാധനം റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ആ വെള്ളം ഒഴുകി വരുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഗുണ കേവിനകത്ത്, അതാണ് ഇതിനകത്ത് അവർ കാണിച്ചേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു അരണ്ട വെട്ടത്തിലാണ് ഇത് കാണുന്നത്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയുന്നില്ല. പിന്നെ ഇതാ ഈ ഭാഗത്തേക്ക് അതേപോലെ ആ ഒരു മരവും ആ പാറയൊക്കെ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ വീണ് പോകുന്നൊരു പാറയുണ്ടല്ലോ കുഴിക്കകത്ത്, അതാണ് ഈ കാണുന്നത്. ആ കുഴി ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൻ ആ വീണ് പോകുന്ന കുഴി ഉണ്ടല്ലോ, അത് വളരെ ഒരു വ്യത്യസ്തമായ രീതിയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഒരു ഭയങ്കര ആഴമുള്ളൊരു കുഴി പോലെ ഫീൽ ചെയ്യുന്നത്. അത് ശരിക്കും അരണ്ട വെട്ടത്തിൽ കാണുന്നില്ല, പക്ഷെ നമുക്ക് നേരിട്ട് നോക്കുകയാണെങ്കിൽ കാണാം. അത് ഭയങ്കര ആഴത്തിലേക്ക് പോകുന്നൊരു ഫീല്. അത് മിറർ കൊണ്ട് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു 100 രൂപയ്ക്ക് പോത്തായിട്ടുള്ള സംഭവം കേട്ടോ. ഗുണ കേവിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറൊരു ഏരിയയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആ പോകുന്ന വഴിക്കൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് മരങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആ ഒരു ചെടികളും ഒക്കെ ആയിട്ട് ഒരു വന്യത അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് ലൈറ്റൊക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്, എനിക്കിഷ്ടപ്പെട്ടു. ആഹാ, കടുവ ചേട്ടനുണ്ടല്ലോ, വിശ്രമിക്കുക തോന്നുന്നു. ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടൈനൊക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു ഡെമോ ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴുകുന്നില്ല. പിള്ളേർക്കൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇതേ ആനച്ചേട്ടൻ കിടന്നു നോക്കുന്നു. ഇതൊരു പാമ്പാണ്, കണ്ടില്ലേ? ഇതേ ഈ സാധനം, ഇവിടെ ഒരാളിരിക്കുന്നു. അങ്ങനെ വെറൈറ്റി ആയിട്ട് അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. രസമാണ്, നേരിട്ട് വന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീലൊന്ന് വേറെ തന്നെയാണ്.
നമ്മൾ ആ സിനിമയെ കണ്ടില്ലേ, ആ ഗുണ കേവ്, അതിനകത്തുള്ള കാര്യങ്ങളാണ് അവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൗണ്ടും ഇതിനകത്തുള്ള ആ ഒരു ക്ലൈമറ്റ് അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് AC വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫീൽ ഗുഡായിട്ടിരിക്കും. പിന്നെ ഇതിനകത്ത് തന്നെ ഐസ്ക്രീം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഗുണ കേവിനകത്ത് കിട്ടത്തില്ല, പക്ഷെ ഇവിടെയുണ്ട്. നമ്മളങ്ങനെ ജുറാസിക് പാർക്ക് യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ജുറാസിക് പാർക്ക്. ചെറിയ കുട്ടി ജുറാസിക് പാർക്കാണ്, വലുതൊന്നുമല്ലേ. വ്യാളി ദ ഡ്രാഗൺ, ആഹാ അടിപൊളി. ഇത് വേറെ ടൈപ്പ്. ഇതൊക്കെ നമ്മൾ ജുറാസിക് പാർക്കിൽ കണ്ട ഒരു ഐറ്റമാണ്. കേട്ടിട്ടില്ലേ? ഒട്ടകപ്പക്ഷി. ആ ഒട്ടകപ്പക്ഷിയാണ് ഈ ഒട്ടകപ്പക്ഷി. കൊള്ളാം. അങ്ങനെ ഗുണ കേവ് ഇവിടെ എൻഡ് ചെയ്യുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് കാഴ്ചകൾ. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ടുള്ള പക്ഷികളെയൊക്കെ കാണാം. അത് എവിടെയും കൂട്ടിലിട്ട് വെച്ചിരിക്കുന്നൊന്നുമല്ല, ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള വനം ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് തുറന്നിട്ടേക്കാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഒട്ടകപ്പക്ഷി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മിക്സ് ചെയ്ത് കാണുമ്പം വേറൊരു ഫാൻറ്റസി വേൾഡിൽ എത്തിയൊരു ഫീലാണ്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇതാണ് സെൽഫി എടുക്കുന്ന ആ ഒരു സംഭവം. നമുക്ക് ആ ഒരു സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് ഈ കാണുന്ന പോലെ അടിപൊളി റീൽസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുണ്ടല്ലോ, അതെടുക്കുന്ന റീൽസ് എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരു സംഭവം കേട്ടോ. ഇത് വാങ്ങണമെങ്കിൽ കുറേ കാശ് വരും. ഇവിടെ വന്നാൽ ചെറിയ പൈസ എന്തോ വാങ്ങിച്ചിട്ട് നമുക്ക് എടുക്കാവുന്ന കേസേ ഉള്ളൂ. ഇവിടെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പക്ഷികളാണ്. ഇവിടെ ഒരു സംഭവമുണ്ട്, അതൊരു പാമ്പാണ്. ഒരു വൈറ്റ് കളറിലുള്ള ഒരു പൈത്തൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു. അതായത് പെരുമ്പാമ്പിൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു. മൈ ഗോഡ്, നോക്കിയേ. അത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിലൊരു ഫീലുണ്ടല്ലോ. ചെറുതാട്ടോ, വലിയ വലുതൊന്നുമല്ല. എന്താണെങ്കിലും പാമ്പാണല്ലേ. ഇത് നോക്കിയേ, ഇത് വലിയ തത്തയാട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു അതൊരു പ്രതിമയാണ്. ഒന്നുമല്ല, അത് ജീവനുള്ള തത്തയാണ്. ആ കാണുന്ന ആ പുറകിലിരിക്കുന്ന ആ ഒരു ബിഗ് ലിസാർഡ് ഉണ്ടല്ലോ, അതും ജീവനുള്ളതാണ്. നമ്മൾ ഈ 50 രൂപയോ എത്രയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്, അതെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പാമ്പിനെ നമുക്ക് കയ്യിൽ പിടിക്കാം. അത് അത്രത്തോളം ഇണങ്ങിയൊരു സംഭവമാണ്. ഇതേപോലെ തന്നെ അതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 100 റുപ്പീസാണ് കേട്ടോ. ഓരോന്നിനും തനി നമ്മൾ ടിക്കറ്റ് എടുക്കണം. സ്നേക്കിനടക്കം 100 റുപ്പീസാണ് വരുന്നത്. ഇവിടെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ, ധൈര്യമുള്ളവർ അതിനെ ശരിക്കും കയ്യിലും തോളത്തൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തോ നമുക്കത് അത്ര ഫീൽ ഗുഡായിട്ട് തോന്നിയില്ല. ഈ തത്ത കണ്ടില്ലേ, ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. അത് ഭയങ്കര രസമുണ്ട്. അതിൻ്റെ കളർ എന്നൊക്കെ പറഞ്ഞാൽ കളർ കോമ്പിനേഷൻ കിടിലൻ. ഒരു ഫോട്ടോ സെഷനൊക്കെ ബെസ്റ്റ് സാധനമാണ്. നമ്മളൊരു ഇൻസ്റ്റാഗ്രാം റീലൊക്കെ വൈറലാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 100 രൂപയുടെ കേസേ ഉള്ളൂ. ഇതിനകത്ത് വന്ന് നിങ്ങൾ എടുത്തോളൂ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം, കോഴി അല്ലേ. ടി വിയിലും കോഴിയാണ്, അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ചാനലെടുത്ത് അതിലും കോഴിയാണ്. പക്ഷെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കോഴിയാട്ടോ, വെറൈറ്റി ആയിട്ടുള്ള കോഴി. അങ്ങനെ രണ്ടും കൂടെ ഇതിനിടയ്ക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. ഇങ്ങനെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന, എന്നാൽ മുതിർന്നവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന കുറേയൊക്കെ സാധനങ്ങൾ അടങ്ങിയ സംഭവം. ഒരു ഫാമിലി ഫൺ ഏരിയ ആണ് ഇത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ ബേർഡ്സ് ഒക്കെയാണ്. നമ്മൾ അക്വേറിയം ഒക്കെ ഉള്ള ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, മീൻസ് ബേർഡ്സും അക്വേറിയം ഒക്കെ ഉള്ള ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്ന രീതിയിലുള്ള ബേർഡ്സാണ്. മൈ ഗുഡ്നസ്, ഇവിടെ ഒരു കിടിലൻ സാധനമുണ്ട്. നോക്കി, ഇതാണ് ഐറ്റം. ആമസോൺ അക്വാപെറ്റ്സ് എന്ന് പറയുന്ന ടീമാണ് ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മുതലക്കുഞ്ഞിനെ പോലെ ഉണ്ട് കേട്ടോ. അമ്മോ, കണ്ടാൽ പേടിയാവും. പക്ഷെ ഒരു അനക്കവുമില്ല, കണ്ണ് മാത്രമേ അനങ്ങുന്നുള്ളൂ അതിൻ്റെ. ഇനി അങ്ങോട്ട് അക്വേറിയം മീനുകളുടെ ഒരു സെക്ഷനാണ്. അത് പല തരത്തിലുള്ള സിലിണ്ടർ ആകൃതിയിലും സ്ക്വയർ ആയിട്ടുള്ള അക്വേറിയങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരുപാട് മീനുകളുണ്ട്. അതിനിടയ്ക്ക് ഇതേപോലെ ബിഗ് ലിസാർഡ്സ് ഉണ്ട്. നല്ല ഉറക്കത്തിലാണ്. നമ്മൾ നോക്കുമ്പോൾ ചത്ത പോലെ കിടക്കുന്ന, കണ്ണ് മാത്രമേ അനങ്ങുന്നുള്ളൂ. എന്തൊരു അടുത്ത് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയൊരു പേടിയാണിത്. നോക്കിയത് ശരിക്കും കുട്ടികളൊക്കെ കണ്ടാൽ പേടിക്കും കേട്ടോ. എന്താ ഈ ഒരു സാധനമാണ് ഉള്ളത്. ഇത് റെഡ് കളറുള്ള ഐറ്റമാണ്. എൻ്റെ കഴുത്തിലൊക്കെ ഒരു സഞ്ചി പോലെ സാധനമൊക്കെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടില്ലേ. ഇത് ഈ ക്യാമറ കാണുന്ന പോലെ അല്ല, അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ആ ഒരു അക്വേറിയാണ്. നല്ല ഭംഗിയുണ്ട്. ആ ഒരു
വെളിച്ചത്തിൽ അതിങ്ങനെ കാണുമ്പോഴേ അതിനകത്ത് ലൈറ്റൊക്കെ കൊടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് ഓസ്കാർ ഫിഷാണ്. എനിക്ക് നോർമലി ഫിഷുകൾ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്രേസാണ് ഫിഷിൽ. ഇത് എലി വർഗത്തിൽപ്പെട്ട ഐറ്റമാണ്, ഒക്കെ നോർമലായിട്ട് കാണുന്ന. ഇത് ഗോൾഡൻ ഫിഷ്, അതും അത്യാവശ്യം വലുപ്പമുള്ള ഫിഷാണ് ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ലിസാർഡുകൾ അവർ കൊടുത്തിട്ടുണ്ട്. പല ടൈപ്പിലുള്ള സാധനങ്ങളാട്ടോ. ഇത് പിന്നെ ടെട്ര, നമ്മൾ പല കളറിൽ കാണുന്നില്ലേ, ടെട്ര മീനാണ്. ആഹാ, അത്യാവശ്യം സൈസുള്ള ഒരു ഫിഷാണ് ഇത്. പിന്നെ ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ പ്ലാറ്റി വർഗത്തിൽപ്പെട്ട മീനുകളും. ഇത് നോർമൽ അക്വേറിയത്തിലെല്ലാം അവിടെ ഉണ്ടാകുന്ന കുറേ ഫിഷുകളാണ്. കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവരിങ്ങനെ കണ്ട് നടന്നോളും. നമ്മളിങ്ങനെ കുറേ നാളുകളായിട്ട് വീട്ടിനകത്ത് ഇങ്ങനെ അടച്ചിരുന്ന് കുറേ ചിന്തിച്ചിരിക്കുകയല്ല. അപ്പോൾ ഈ ഒരു ഒച്ചയും ബഹളവും ഈ ഒരു മീനുകളെയൊക്കെ കാണുമ്പം നമുക്ക് കിട്ടുന്ന ഒരു റിഫ്രഷ്മെൻറ്റ് വേറെയാണ്. അങ്ങനെ കുറേ കാഴ്ചകളിങ്ങനെ കാണാം. രണ്ട് കുട്ടികൾ ഈ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ എന്ന ലെവലിലാണ് ഞാൻ ഈ മീനുകളൊക്കെ എടുത്തു പോകുന്നത്. പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ കാണാനുള്ളൂ ഇതിനകത്ത്, വേറൊന്നുമില്ല. നമ്മളിപ്പം വലിയൊരു സംഭവം ഒന്നും വിചാരിച്ച് ഇതിനകത്ത് വരരുത്. ഒരു 100 രൂപ മുടക്കിയാൽ നമുക്ക് അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്ത് പോകാം, അത്ര തന്നെ. ഇതൊരു തത്ത, ഒരു പാരറ്റാണ്. പക്ഷേ അതിൻ്റെ കളറുണ്ടല്ലോ, കളർ കോമ്പിനേഷൻ ഗംഭീരമായിട്ട്, ഒന്നും പറയണ്ട, നല്ല ഇണങ്ങിയ സാധനം. വർത്തമാനം പറയുന്നതാണ് പറഞ്ഞത്. നമ്മൾ കുറേ നേരം സംസാരിച്ച് നോക്കി, നടന്നില്ല. പക്ഷേ ഭയങ്കര പെട്ടെന്ന് നമ്മുടെ കൈയൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ കൈ വേദനിപ്പിക്കൊന്നൊന്നുമില്ല. ഇതാ 2 പേര് ഇവിടെ മീനിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് കോയിക്കാർപ്പനത്തിൽപ്പെട്ട മീനാട്ടോ ഇത്. ഇതൊരു പിലോപ്പി പോലത്തെ എന്തോ ഒരു സാധനമാണ്, വാട്ടവർ. ഇത് ടെട്ര, പല കളറിലുള്ളത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഒരു അരമണിക്കൂർ ഭയങ്കര മീനിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ കണ്ട് നടക്കാൻ പറ്റുന്ന 2 സൈഡിൽ മീനുകളൊക്കെ ആയിട്ട് അവർ ഭംഗിയാക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ കഴിയാനായിട്ടോ ഇതിനേക്കാളും ബിഗ് അല്ലേ നമ്മുടെ, അല്ലേ? ജാനിക്ക് ഒരു ഫിഷ് ഉണ്ട് കേട്ടോ വീട്ടിൽ. ഇത് ഫെദർ ഫിഷ് എന്നാണ് പറയുന്നത്. ഇതിനേക്കാളും വലിയ ഫിഷ് ഉണ്ട്. ഇതിപ്പോൾ അറൗണ്ട് ഒരു അടി ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒരു 2 അടിക്ക് മുകളിൽ വലുപ്പമുള്ള ഫെദർ ഫിഷ് ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ തലയൊക്കെ ഏകദേശം നമ്മുടെ മനുഷ്യന്മാരുടെ തല പോലെ ഇരിക്കും. ചകത്തൊന്നുമില്ല, ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റി. പിന്നെയുള്ളൊരു കിടില സാധനമാണ് അലിഗേറ്റർ ഗാർഡൻ. ഇതിൻ്റെ വെള്ളം അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് കാണുന്നില്ല അത്. ഇതിൻ്റെ വെള്ളമൊക്കെ ഭയങ്കര മോശമായിട്ടുണ്ട്. ഷാർക്ക് ആണ് കേട്ടോ, ഷാർക്ക്. അടിപൊളി. ഇതാണ് ക്യാറ്റ് ഫിഷ്. അത്യാവശ്യം വലുപ്പമുള്ള ക്യാറ്റ് ഫിഷ്. അങ്ങനെ ഒരു 3-4 റോയിൽ നീണ്ടു നിവർന്ന് കിടക്കുക കേട്ടോ മീനുകളുടെ ശേഖരങ്ങൾ. വളരെ വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ. എല്ലാം കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ ആ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ വാങ്ങാം, കഴിക്കാം. പുറത്തെത്തി നമ്മൾ. ഇത് ടോട്ടലൊരു എക്സിബിഷനാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കാഴ്ചകൾ മാത്രമല്ല, അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം, ബുക്ക് ചെയ്ത് വെക്കാം, അവർ വീട്ടിലെത്തിക്കും. ജിം എക്യുപ്മെൻറ്റ്സ്, അതുപോലെ ഫർണിച്ചർ, വീട്ടിലുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസ് എന്ന് വേണ്ട, നമ്മൾ നോർമലായിട്ട് ഒരു ഇതിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്രദമാകുന്ന സാധനങ്ങളാട്ടോ. ഇതൊരു മസാജ്, ഒരു ഹാൻഡി മസാജ് മെഷീനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മലപ്പുറം കത്തി മുതൽ അമ്പും വില്ലും ഗൊറില്ല വാള് വരെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പവനാഴി പറഞ്ഞ പോലെ ഇത് കരിപ്പെട്ടി, പാലക്കാടൻ കരിപ്പെട്ടിയോ അങ്ങനെ എന്തോ ആണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളാട്ടോ. ചുമയൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ചെറിയ ചെറിയ വീട്ടിലുപയോഗിക്കുന്ന ഐറ്റംസ്, മാക്സി, ഇത് ഹെയർ ബാൻഡ്, അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നു.
സാധനല്ലേ ഇങ്ങനെ പിടിക്കും ഏട്ടൻ എന്തോ സാധനം വലിക്കുന്നുണ്ട്. ഈ വായിലേക്ക് വായിലേക്ക് ജലദോഷം പോവാ. ജലദോഷം തൊട്ടിലോട്ട് അയ്യോ, അങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞിപ്പോൾ നമ്മൾ വീട്ടിനകത്ത് വയ്ക്കുന്ന നല്ല ചെറിയ ചെടികൾ ഉള്ള പോട്ടുകളുള്ള ചെടികളുള്ള ഒരു ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് എൻറ്റീരിയറായിട്ട് വെക്കാൻ പറ്റുന്ന ചെടികളൊക്കെ നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് വെക്കാൻ പറ്റുന്ന, കമ്പ്യൂട്ടർ ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല രസമുള്ള കുഞ്ഞു തൈകളാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കഫറ്റേരിയ ആണ്. അത്യാവശ്യം നമുക്ക് വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഗുണാകേവ് കണ്ടു. അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും കഴിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു മിനി കാർണിവലാണ്. അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സാഹസികമായ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ ആയിട്ട് ചെറിയൊരു കാർണിവലല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിലൊക്കെ വരുന്ന സ്ഥിര ഐറ്റം തന്നെ ആ ഒരു തോണി, പിന്നെ വരുന്നത് കുട്ടികൾക്കുള്ള ബൈക്ക്, ഈ പറഞ്ഞ ജീപ്പ് കാര്യങ്ങൾ. അപ്പുറത്തൊരു ജെയിൻ വീലുണ്ട്. ഇത് കുട്ടികൾക്ക് എയർ നിറച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാം കേട്ടോ, രസമാണ് കളർഫുള്ളായിട്ട്. വൈ രാജ വൈ, 1 വെച്ച 2, 2 വെച്ച 3, 3 വെച്ച 4, അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇത് നമ്മുടെ പണ്ടത്തെ ബോളറൊക്കെ ഇല്ലേ, ആ പിരമിഡ് രൂപത്തിലിരിക്കുന്ന ആ സാധനം ബോൾ എറിഞ്ഞിട്ട് മൊത്തം താഴെ വീഴ്ത്തുകയാണെങ്കിൽ നമുക്ക് ഇതാ ഈ ഇരിക്കുന്ന ടെഡി ബിയറൊക്കെ എടുക്കാൻ പറ്റും. അത് ജോളി ഗെയിംസ്. 3 ബോളിന് 50 രൂപയാണ് ചാർജ്. 10 ഗ്ലാസും വീഴണം എന്നാണ് അവർ പറയുന്നത്. ഒരു ഗ്ലാസ് നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അതേപോലെ തന്നെ ഇവിടെ 50 രൂപയാണ് ഇതും ഈ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ കറക്കിക്കുത്തും മുച്ചിയിട്ട് പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങളിതാ പുറത്തിറങ്ങി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എൻ്റെ പൊന്നു ഒന്നും പറയണ്ട, ഗുണാകേവ് കണ്ടു. അതൊരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. നല്ല രസമുണ്ടല്ലേ, സൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ഇത്ര ചൂടിനകത്ത് അതിനകത്ത് കയറിയപ്പോൾ അതിനകത്തുള്ള AC ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സംഭവം രസമുണ്ട്. പിന്നെ കുറേ മീനുകൾ, നമ്മൾ ആസ് യൂഷ്വൽ കാണുന്ന മീനുകളും കുറേ ചെടികളും പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളും അതൊക്കെ. അപ്പോൾ ഈ പറയുന്ന പോലെ കുറച്ച് എക്സ്ട്രാ പൈസ ഉണ്ടെന്നേ ഉള്ളൂ, ഒരു രസം അത്ര തന്നെ. അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ടിത് പുറത്തിറങ്ങി. കൂടെ ഒരു ചെറിയ കറക്കിക്കുത്ത് നടത്തി 50 രൂപ പോയി കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ. പോകുന്ന വഴിക്ക് നമ്മൾ ചുമ്മാ ഒന്ന് കയറിയതാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ മറൈൻ ഡ്രൈവിൽ വരികയാണെങ്കിൽ ഈ വീക്കെൻഡ് കയറാവുന്ന കേസേ ഉള്ളൂ. 100 റുപ്പീസല്ലേ ഉള്ളൂ. ഒരു ചായ കുടിച്ചാൽ 2 പേര് ചായ കുടിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് അതെപ്പോഴും നമ്മുടെ ശരീരത്തിനും കുട്ടികൾക്കും ഒക്കെ നല്ലതാണ്. എപ്പോഴും ഇഷ്ടപ്പെട്ടോ 2 പേർക്കും? കൊള്ളാം അല്ലേ? ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. നാളെ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് പിന്നീട് കുറച്ച് നല്ല പ്ലാനിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് എറണാകുളത്തേക്ക് വരാം. നല്ല കാമ്പുള്ള അത്യാവശ്യം നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. പിന്നെ നമ്മുടെ മറൈൻ ഡ്രൈവിലാണ് പർച്ചേസിങ് സെക്ഷനൊക്കെ ഇല്ലേ, അതവിടെയാണ് ഉള്ളത്. നമുക്ക് അത്യാവശ്യം മൊബൈൽ ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ആ വ്ളോഗിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്തായാലും നമ്മുടെ സൈൻ ഓഫ് ഇവിടെ നിന്ന് പറയാം. ഗുണാകേവിൽ നിന്നും, ഫോർട്ട് കൊച്ചിയിലെ ഗുണാകേവിൽ നിന്നും സൈനിങ് ഓഫ്. It's me, Angel Mohan, Janaki and Kichu. Awesome live. Take care. Good night all. ജാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാട്ടോ ഈ പുറകിൽ ഇതെങ്ങനെ ചിറക് വെച്ച് നിൽക്കുന്ന.
നമ്മളിപ്പോൾ നിൽക്കുന്നത് അറിയാലോ സ്ഥലം അല്ലേ, ഭയങ്കര ഫേമസ് ആയിരിക്കും, പെൻഡാമേനിക്കലാണ്. ഇലക്ട്രോണിക്സിൻ്റെ എന്ത് സാധനം വേണമെങ്കിലും, അതായത് മൊബൈൽ സംബന്ധമായ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരു വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അതുപോലെ ഐഫോൺ അടക്കമുള്ള ഏത് മൊബൈലിൻ്റെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും, പർച്ചേസ് ആണെങ്കിലും, സർവീസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ആ പെൻഡയുടെ ബാക്ക് ഭാഗത്തുള്ള ആ ഒരു ഹോൾസെയിൽ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതങ്ങ് ഒരൊറ്റ സ്ട്രെയിറ്റ് റോഡായിട്ടങ്ങ് നിരന്ന് നിൽക്കുക. രണ്ട് സൈഡിലും ഒരുപാട്, അതായത് ഡ്രസ്സിൻ്റെ, ഷൂവിൻ്റെ, പിന്നെ നിങ്ങൾക്ക് വേണ്ട മേക്കപ്പ് ഐറ്റംസിൻ്റെ, ഇതുപോലുള്ള ഓർണമെൻറ്റ്സിൻ്റെ, ഹോട്ടൽസ് ഉണ്ട്. അങ്ങനെ എന്ന് വേണ്ട ഒരുപാട്, നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു മിഠായി തെരുവാണ് നമ്മുടെ എറണാകുളത്തിൻ്റെ പെൻഡാമേനക. അപ്പം കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. മൊബൈലിൻ്റെ കുറച്ച് ഹാൻഡ് ഗ്രിപ്പും കാര്യങ്ങളും, അതുപോലെ തന്നെ ജാനിക്ക് കുറച്ച് ഡ്രസ്സും, നമ്മുടെ കിച്ചുവിനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ആ ഒരു പെൻഡാമേനകയുടെ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാനകി എന്തൊക്കെയോ സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് പിന്നെ ഇതുപോലെ കൊച്ചു കൊച്ചു ഐറ്റംസും മതി. ജാനകി വേറെ എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാൻ പോയി. അപ്പം ഞാനും കിച്ചുവും നമുക്ക് പിന്നെ ചായ ഇല്ലാത്ത യാതൊരുവിധ പരിപാടി നടക്കില്ല. അപ്പോൾ ഒരു ചായ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ നല്ല ഏലാഞ്ചി, നല്ല ടേസ്റ്റ് ആണ് ഏലാഞ്ചി, പിന്നെ ഒരു കട്ട്ലേറ്റ് കൂടെ എടുത്ത് അപ്പോൾ ഒരാളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര നീറ്റ്നെസ്സിൻ്റെ ആളാണ്, കൈയൊക്കെ കഴുകിയിട്ട് കഴിക്കും. നമ്മൾ ഇന്നത്തോടു കൂടി ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ നാളെ തിരിച്ച് വയനാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ സീസൺ തുടങ്ങാനായില്ലേ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വയനാടിൻ്റെ കുറച്ച് നല്ല വീഡിയോസ് നമ്മൾ എടുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കോൾസൊക്കെ അവിടെ നിന്ന് ഉണ്ടായിരുന്നു. നല്ല റിസോർട്ടുകൾ ഏതാണ്, അതുപോലെ തന്നെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ബാക്കിയുള്ള പ്ലേസുകൾ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ വയനാടിൻ്റെ കാണാം. അതിനുശേഷം നമ്മൾ കൊച്ചിയിലേക്ക് തിരിച്ചു വരാം വെരി സൂൺ. അതിനിടയ്ക്ക് ഊട്ടി, മൈസൂരൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തീർത്തിട്ട് വേണം ഇനിയിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങളുടെ ബാക്കപ്പ് വേണം കേട്ടോ. നിങ്ങളുടെ ബാക്കപ്പ് ഇല്ലാണ്ട് എനിക്കൊന്നും നടക്കില്ല. അപ്പോൾ അടുത്ത പ്രൊജക്റ്റ്, എൻ്റെ മൂവി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ തീർക്കണം. അപ്പോൾ അതിനുള്ളൊരു ശ്രമത്തിലാണ്. ഇത് ചെറിയ പണിയല്ല ഈ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത്. നമ്മൾ അത്യാവശ്യം സ്ട്രെസ്സും അലച്ചിലും ഒക്കെയുള്ള ഒരു ജോബാണ്. പിന്നെ അതിനുശേഷം ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം, അത് കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്യണം, ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ കുറയ്ക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭയങ്കര സ്ട്രെസ്സാണ്. പക്ഷേ എന്തായാലും ഇഷ്ടപ്പെട്ടൊരു ജോബാണ്. അതുകൊണ്ടാണ് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ ചായ കൂടി അങ്ങ് നടത്തട്ടെ. എന്താണത്? V for victory. V for victory. ശരി, ഞാനൊരു ചോദ്യം ചോദിക്കാം. ആൽഫബറ്റ്സ് അറിയില്ലേ? ABCDEFG അറിയില്ലേ? അറിയാലോ. അതിൽ A4 എന്താ? A4 എന്താ വെച്ചു? ആപ്പിൾ. B4 അല്ല, ബിഗ് ആപ്പിൾ. C4 കാറ്റല്ല, ചെറിയ ആപ്പിൾ. ചെറിയ. D4 ഡോളല്ല, ഡബിൾ ആപ്പിൾ. E4 ആ അല്ല, യെല്ലോ ആപ്പിൾ. G4 ഗുഡ് ആപ്പിൾ. കറക്റ്റ് ആൻസർ ജാനി, കറക്റ്റ് ആൻസർ. ഗ്രീൻ ആപ്പിൾ എന്നും പറയും കേട്ടോ.